സ്നേഹമുള്ളവരെ, ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മൾ. ആരാധനാക്രമ വർഷത്തിൻ്റെ ആരംഭത്തിൽ മംഗളവാർത്ത കാലത്തിൽ ആരംഭിച്ച് പള്ളിക്കൂദാശ കാലത്തിൽ അവസാനിക്കുന്ന കർത്താവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൽ ആരംഭിച്ച് എല്ലാം ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്നതായിട്ടുള്ള ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് ഇന്ന്. ഇത് പഴയ നിയമത്തിൻ്റെ അവസാനത്തെയും സ്നാപയോഹന്നാനിലൂടെ വരുന്ന പുതിയ നിയമത്തിൻ്റെ ആരംഭത്തെയും കുറിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം അതുകൊണ്ട് തന്നെയും ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പഴയ നിയമം ആരംഭിക്കുന്നത് ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. ആദം എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ചാണ് പഴയ നിയമം പോകുന്നത്. ആദത്തിൻ്റെ പാപം, അതിനുള്ള ശിക്ഷ, ദൈവത്തിൻ്റെ കാരുണ്യം. പിന്നീട് അതേപോലെ തന്നെ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ സമൂഹവും തെറ്റ് ചെയ്യുന്നു, ദൈവം ശിക്ഷിക്കുന്നു, ദൈവം കാരുണ്യത്തോടെ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ആദത്തിന് പകരമായിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തുവും, ആദിമ കുടുംബത്തിന് പകരമായിട്ട് പുതിയ നിയമത്തിൽ തിരുക്കുടുംബവും അവതരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ തിരുക്കുടുംബത്തെ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ദൈവം ഈ ലോകത്തിൽ മറ്റൊരു കുടുംബത്തെ, തിരുക്കുടുംബത്തോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തെ ദൈവം ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപയോഹന്നാനെ അവതരിപ്പിക്കുന്നത് പോലെ തിരുക്കുടുംബത്തിന് മുന്നോടിയായിട്ട് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബത്തെ ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദിമ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ ഒന്ന്, അവർ പിശാചിൻ്റെ വാക്ക് കേട്ടു. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും അവർ സ്ഥാനം കൊടുത്തില്ല. എന്നാൽ തിരുക്കുടുംബത്തിലാകട്ടെ അതിനു മുൻപേ വന്നിട്ടുള്ള സ്നാപയോഹന്നാൻ്റെ, സക്കറിയയുടെയും എലിസബത്തിൻ്റെയും കുടുംബത്തിലാകട്ടെ അവരെ പറ്റിയിട്ട് പറയും, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു അവർ. അതേപോലെ ആദ്യത്തെ കുടുംബത്തിന് സംഭവിച്ച മറ്റൊരു കാര്യം പരസ്പരം വഴിചാരുന്നതായിരുന്നെങ്കിൽ ഇവിടെ പരസ്പരം നീതി വിതരണം ചെയ്യുന്ന ഒരു കുടുംബം, ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരായിരുന്നവർ എന്നാണ് കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. പരമ്പരാഗതമായിട്ട് കൃപയുടെ മാർഗത്തിൽ ജീവിച്ച ഒരു കുടുംബം. അബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്ന സക്കറിയ അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു അവൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പുരോഹിത ഗണത്തിൽപ്പെട്ട ആളുകൾ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിച്ചുകൊണ്ടും സമൂഹത്തോടും തങ്ങളോട് തന്നെയും ദൈവത്തോടും നീതി ചെയ്തുകൊണ്ട് അവർ പ്രീതി കരസ്ഥമാക്കി അങ്ങനെ കൃപയ്ക്ക് അവകാശം നേടിയെടുക്കുകയും ചെയ്ത ഒരു കുടുംബം. ദൈവം കൊടുത്ത കൃപയോടൊപ്പം തന്നെ അവർ നേടിയെടുത്ത, അവരുടെ അധ്വാനത്തിലൂടെ നേടിയെടുത്ത കൃപയും അനുഗ്രഹവും ചേർന്ന് ആ കുടുംബം ഏറ്റവും നല്ല ഒരു കുടുംബത്തിന് മുന്നോടിയായിട്ട് ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട കുടുംബമായിട്ട് മാറി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം തങ്ങൾക്ക് കിട്ടാതെ വന്ന ഏറ്റവും വലിയ കൃപയ്ക്ക് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളതാണ് ചോദ്യം. അവർക്ക് ഇത്ര നല്ലൊരു കുടുംബം, ദൈവം കൃപ നിറഞ്ഞൊരു കുടുംബം കൊടുത്തുവെങ്കിലും ദൈവം കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് കൊടുക്കുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ നാഡി ജീവനുകളാണ് കുടുംബത്തിലെ മക്കളെന്ന് നമുക്കറിയാം. കുടുംബത്തിൻ്റെ സന്തോഷം മക്കളുടെ ചിരികളും മക്കളുടെ കൊഞ്ചിക്കുഴലുകളും മാതാപിതാക്കളുടെ മക്കളോടുള്ള വാത്സല്യവും ഒക്കെ ചേരുമ്പോഴാണ് കുടുംബത്തിന് ജീവനുണ്ടാകുന്നത്. ഇവിടെ അവർക്ക് വാർദ്ധക്യത്തിലെത്തുന്നിടം വരെയും കുട്ടികളെ ദൈവം കൊടുക്കുന്നില്ല. ഈ കുട്ടികളെ കിട്ടാതെ ആകുമ്പോൾ അവരുടെ മനോഭാവം എന്താണ്? എലിസബത്ത് പ്രാർത്ഥന നിർത്തിയില്ല. സക്കറിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപമർപ്പിക്കുന്നത് നിർത്തിയില്ല. അവർക്ക് ദൈവം കൊടുത്തില്ല എങ്കിലും മറിയത്തിൻ്റെ മനസ്സായിരുന്നു അവിടെ, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിന് സമയമാകുമ്പോൾ തരട്ടെ. ഇങ്ങനെയാണ് അവസാനമാകുമ്പോൾ, വാർദ്ധക്യത്തിലാകുമ്പോൾ അവർക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ള കൽപ്പന കിട്ടുന്നത്. എന്തുകൊണ്ട് താമസിച്ചു? അതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ.
ഒന്നാമത്തേത്, അവർക്ക് ദൈവം കൊടുക്കാതിരുന്നത് സാധാരണ ഒരു കുട്ടിയായിരുന്നില്ല. പിന്നെയോ സ്നാപയോഹന്നാനെ പോലെ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് ഈശോ തന്നെ പറഞ്ഞ സ്നാപയോഹന്നാനെ പോലെയുള്ള ഒരു കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വെച്ച് താമസിപ്പിച്ചതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇത്രയും ഒരു കൃപ കിട്ടുന്നതിന്, ഇതേപോലെയുള്ള ഒരു മകനെ സ്വീകരിക്കുന്നതിന് അവർക്ക് വേണ്ടതായിട്ടുള്ള വൈകാരികമായിട്ടും അല്ലാതെയുമുള്ള ഒരു പക്വത, ആത്മീയമായിട്ടുള്ള ഒരു പക്വത അവർക്ക് നേടണമായിരുന്നു. ഈ മകൻ അവർക്കുള്ളതല്ല. പിന്നെയോ ഇവൻ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരുഭൂമിയിലേക്ക് പോകാനുള്ളവനും അവിടെ തപസ്സനുഷ്ഠിക്കാനുള്ളവനും അതിനുശേഷം ഇങ്ങോട്ട് മടങ്ങി വന്ന് യേശുവിന് മാമോദീസ കൊടുക്കാനുള്ളവനും യേശുവിന് വഴിയൊരുക്കാനുമായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ഒരുവനെ സ്വീകരിക്കത്തക്ക തരത്തിൽ അവർക്ക് വേണ്ട ഒരു ഒരുക്കം വേണമായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാവണം ദൈവം അവർക്ക് ആദ്യമേ തന്നെ മക്കളെ കൊടുക്കാതിരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. എന്നിട്ട് പോലും ധൂപാർപ്പണ സമയത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ സക്കറിയയുടെ പ്രതികരണം എന്താണ്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു തരത്തിലുള്ള സംശയത്തോടെയുള്ള ഒരു പ്രതികരണം. ഒരു പക്ഷേ ഒരു ജീവിതകാലം മുഴുവനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു ദാനം കിട്ടും എന്ന് ഉറപ്പുള്ള സമയത്തുണ്ടാകാവുന്ന അത്ഭുതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള, അത്ഭുതത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു ആശങ്കയും സംശയവുമായിരുന്നു അവിശ്വസനീയത. അത്ഭുതത്തിൽ നിന്നുളവാകുന്ന അവിശ്വസനീയതയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും ദൈവം പറയും, നിനക്ക് വേണ്ട പക്വത വന്നിട്ടില്ല, അതുകൊണ്ട് നീ ഇനി കുറച്ച് നാൾ കൂടെ ധ്യാനത്തിലിരിക്കണം, നീ മൗനത്തിലായിരിക്കണം. അങ്ങനെ ഈ വാക്കുകൾ നിൻ്റെ ഉള്ളിൽ കിടന്ന് മനനം ചെയ്ത് ധ്യാനിപ്പിക്കപ്പെട്ട് ഈ വിത്ത് ഫലം ചൂടണം. ഈ സ്നാപയോഹന്നാന് എലിസബത്തിൻ്റെ ഉദരത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നിന്നിലൊരു പിതാവ് ജനിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാത്തിരിപ്പ്. നീ ഇനിയും മൗനത്തോടുകൂടെ കാത്തിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ മാലാഖ അയാളോട് പറയുന്നത്. അങ്ങനെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് വളരുന്നതനുസരിച്ച് എലിസബത്തിന് ഒരു അമ്മയുണ്ടാവുകയും എലിസബത്ത് ഒരമ്മയായിട്ട് മാറുകയും ഈ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മനനത്തിലൂടെയും ഒക്കെ സക്കറിയ ഒരു നല്ല പിതാവായിട്ട് മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സക്കറിയ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അവിസ്മരണീയമായിട്ടുള്ള തരത്തിലും ഒരു പിതാവിൻ്റെ സ്വപ്നങ്ങൾ മലാക്കി പ്രവാചകൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പ്രത്യക്ഷീകരിക്കുന്നതും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, അവർക്ക് ആ കുടുംബത്തിൽ നിന്ന് അവർക്കുണ്ടായ കൃപ, ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ഒന്നാമതായിട്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരായുസ് മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോകുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ നിരാശപ്പെടുകയല്ല. നമുക്ക് തരാനുള്ളത് സ്വീകരിക്കത്തക്ക തരത്തിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്ന് ദൈവത്തിന് തോന്നുകയും അങ്ങനെ നമ്മളെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു കാത്തിരിപ്പാണ് നമ്മൾ നടത്തുന്നത്. അത് നിരാശാപൂർവമുള്ള കാത്തിരിപ്പല്ല, പിന്നെയോ ഒരുക്കത്തിൻ്റെതായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് പ്രാർത്ഥനയുടെ കാത്തിരിപ്പെന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ ചോദിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ദൈവം നമുക്ക് തരാനുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളൊരു പക്ഷേ ചോദിക്കുമ്പോൾ തന്നെ തരാതെ പോകുന്നത്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ട് നിരാശ ബാധിച്ച് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യന് അയാൾക്ക് ദൈവം ഒരു വലിയ കൃപ കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലാതെ പോകുന്നല്ലോ എന്ന്. അതായത് നമ്മളൊരു പാത്രവുമൊക്കെ ആയിട്ട് ഒരു നല്ല ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴും ഭക്ഷണം വിളമ്പാതെ വരുമ്പം നമുക്ക് വല്ലാതെ ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. ഹോട്ടലുകളിലൊക്കെ ചെന്ന് പാത്രം വന്ന് പക്ഷേ കുറേ നേരം കഴിയുമ്പോഴും ഭക്ഷണം വരുന്നില്ല, അസ്വസ്ഥപ്പെടും. ഈ സമയം എന്നുള്ളത് നമ്മൾ ഈ ജീവിതമാകുന്ന പാത്രവും വെടിപ്പാക്കിക്കൊണ്ട് കൃപയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലമായിരിക്കണം ഈ കാലഘട്ടം. വലിയ ഒരു സദ്യ, ഒരുപാട് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സദ്യയും കൊണ്ട് വിളമ്പാൻ വരുമ്പോൾ ആ പാത്രം തല്ലിപ്പൊട്ടിച്ച് കളയുന്നത് പോലെയാണ് ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പാത്രം കൂടുതൽ വൃത്തിയാക്കാനും വെടിപ്പാക്കാനുമുള്ള സമയമാണ് ഈ പ്രാർത്ഥനയുടെ കാലഘട്ടം, കാത്തിരിപ്പിൻ്റെ കാലഘട്ടം. ദൈവം കൃപയുമായിട്ട് വരും. എത്ര നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളിലും ദൈവം കൃപയുമായിട്ട് സമയമാകുമ്പോൾ വരും എന്നുള്ളതാണ്
ഇതാണ് ഈ സ്നാപയോഹന്നാന് കിട്ടിയ വാർത്തയുടെ ഉള്ളടക്കം. അതാണ് ഈ മംഗളവാർത്തക്കാലത്തിൻ്റെ ആരംഭത്തിലും നമ്മുടെ മനസ്സിലേക്ക് കോറിയിടേണ്ട വാചകം ഇത് തന്നെയാണ്. ദൈവം വലിയ കൃപകളുമായിട്ട് നമ്മുടെ അടുക്കലേക്ക് വരും. ആ സമയത്ത് ആ കൃപ സ്വീകരിക്കാൻ മാത്രം ഒരു പാത്രം വെടിപ്പാക്കുന്നത് പോലെ നമ്മൾ നമ്മളെ വെടിപ്പാക്കി വൃത്തിയാക്കി കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിൻ്റെ കൃപ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ ഓരോ കാലഘട്ടവും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഒരു നല്ല ആരാധനാക്രമ വത്സരം ആശംസിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ട കൃപ തരും എന്നുള്ള ഒരു ചിന്തയോടെ സ്നാപയോഹന്നാനെ കാത്തിരുന്ന എലിസബത്തിനെ പോലെ സക്കറിയായെ പോലെ ജീവിതത്തിൻ്റെ വലിയ കൃപകൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.